എന്താണ് ക്ഷേത്രം എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്നറിയോ? സ്ഥൂല ശരീരം നന്നാക്കാൻ ജിമ്മിൽ പോണില്ലേ? ഞങ്ങൾ സൂക്ഷ്മ ശരീരം നന്നാക്കാൻ പോണ ജിമ്മാണ് ക്ഷേത്രം തന്നെ. അത് തന്നെയാണ്. അപ്പം നിങ്ങളെ ആ സൂക്ഷ്മ ശരീരത്തിനെ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്തോ അതാകുന്നു ക്ഷേത്രം. അങ്ങനെ ഈ സങ്കല്പം. അതിന് ഇനി എന്തിനാ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണാനൊന്നും പറഞ്ഞു കളയരുതേ. അപ്പോൾ ഉടനെ തിരിച്ചു ചോദിക്കും, എന്നാൽ ഭഗവാനെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ലേ? നിങ്ങളുടെ ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ദീപ്തമായി നിൽക്കുന്ന ഭഗവത് രൂപത്തെ വീണ്ടും വീണ്ടും പ്രദീപ്തമാക്കാൻ വേണ്ടി, നമുക്ക് കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി ആണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ADGP ശ്രീജിത്ത് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോകുന്നത് സൂക്ഷ്മ ശരീരം നന്നാക്കിയും തന്നിലെ ദീപ്തമായ ഭഗവത് രൂപത്തെ പ്രദീപ്തമാക്കിയും ക്ഷയത്തിൽ നിന്ന് രക്ഷയ്ക്കായാണെങ്കിൽ ഇത്രയധികം ക്ഷേത്രങ്ങളിൽ പോയിട്ടും പുഞ്ചക്കര മോഹന് ADGP ശ്രീജിത്ത് അവകാശപ്പെട്ടതുപോലെ ക്ഷയത്തിൽ നിന്ന് രക്ഷ കിട്ടാതിരുന്നതും അമിത ക്ഷേത്ര ദർശനത്താൽ രക്ഷയ്ക്ക് വിരുദ്ധമായി കൂടുതൽ ക്ഷയിച്ച വിധം പുതിയ കേസുകളും ഉണ്ടാകുമോ? അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രമടക്കം ഏത് ക്ഷേത്രങ്ങളാലും അമൃതാനന്ദമയി അടക്കം ഏത് ആത്മീയ ശ്രേഷ്ഠരാലും രക്ഷ കിട്ടാതിരിക്കെ ജന്മയോഗമായ ജയിൽ ശിക്ഷ അനുഭവിക്കാതെ പറ്റില്ലെന്ന് തീർച്ചപ്പെട്ടിരിക്കെ പ്രത്യക്ഷ ദൈവമായ ഗുരുബാബ മോഹനെ കണ്ണൂർ സെൻട്രൽ ജയിൽ വാർഡനാക്കി മോഹനന്റെ ജയിൽ ശിക്ഷായോഗം ഒഴിവാക്കിയത് ക്ഷേത്രാനുഗ്രഹ രഹസ്യവും ആത്മീയതയുടെ ദ്വിതീയ അടിസ്ഥാനവുമായ ഉപവാസത്താലത്രേ. എൻ്റെ വീട് കണ്ണൂർ കോളയാടാണ്. പേര് പുഞ്ചക്കര മോഹനൻ. ഞാനൊരു ആത്മീയ അന്വേഷകനായി മാറിയത് പുരാണ ഗ്രന്ഥങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ മൂലമോ ആയിരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്നെ അത്തരത്തിലൊരു ആത്മീയ അന്വേഷകനാക്കുകയാണ് ഉണ്ടായത്. SSLC ജയിച്ച് പ്രീ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും പഠനം നിർത്തേണ്ടി വന്നു. കർഷക കുടുംബത്തിൽ ജനിച്ച ഞാൻ കർഷകനായി മാറി. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ പയ്യന്നൂരിലെ ലോകപ്രശസ്ത ജ്യോത്സ്യൻ പൊതുവാളിനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു. എൻ്റെ ജാതകത്തിലും പ്രശ്നത്തിലും എനിക്ക് ജയിച്ചിഷ്ടായോഗവും കടുത്ത ചൊവ്വാദോഷവും ഉണ്ടെന്നും പരിഹാരം എളുപ്പമല്ലെന്നും ജ്യോത്സ്യൻ വിധിച്ചു. ഇതിനു പുറമെ കൂത്തുപറമ്പിലെ പ്രശസ്ത കൈരേഖ ശാസ്ത്രകാരൻ സുരേന്ദ്രൻ എൻ്റെ കൈരേഖ നോക്കി എനിക്ക് ജയിൽശിക്ഷ അനുഭവിക്കാതെ പറ്റില്ലെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ സിനിമാ ഫീൽഡിൽ 3 തരത്തിൽ പ്രശസ്തനാകുമെന്ന് ശ്രീനിവാസന്റെ കൈരേഖ നോക്കി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീനിവാസൻ ഒന്നുമല്ല. ശ്രീനിവാസൻ ഇത് വിശ്വസിച്ചുമില്ല. പിന്നീട് ശ്രീനിവാസൻ സിനിമാ രംഗത്ത് 3 തരത്തിൽ പ്രശസ്തനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൈരേഖ ശാസ്ത്രം പഠിച്ചു. എന്നിട്ട് എൻ്റെ കൈരേഖയിൽ ജയിൽശിക്ഷായോഗം തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി ആകെ തളർന്നു. തീർത്ഥാടകനെ പോലെ ഞാൻ കുറേ മാസങ്ങൾ അലഞ്ഞു നടന്നു. ഗുരുവായൂർ അമ്പലത്തിലും കാടാമ്പുഴ ക്ഷേത്രത്തിലും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എന്നുവേണ്ട കേരളത്തിലെ മിക്കവാറും പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം എനിക്ക് തോന്നിയ ദിവസങ്ങളോളം ഞാൻ ഭജിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, പഴനി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം, കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രം എന്നിങ്ങനെ കേരളത്തിന് പുറത്തുള്ള പല ക്ഷേത്രങ്ങളിലും എനിക്ക് തോന്നിയ ദിവസങ്ങൾ ഭജിച്ചു. ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ഓരോ പ്രശ്നങ്ങളിൽപ്പെട്ട് ഞാൻ കോടതി കയറാൻ തുടങ്ങി. ഇതിനാൽ ക്ഷേത്രങ്ങളിലെ ഭജനം മതിയാക്കിയ ഞാൻ ആശ്രമങ്ങളിൽ അനുഗ്രഹം തേടിപ്പോയി. പാലക്കാട്ടെ ആലത്തൂർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ആശ്രമം മഠാധിപതി നിർമ്മലാനന്ദ യോഗിയുടെ ഒപ്പം 1.5 മാസം കഴിഞ്ഞു. പിന്നീട് തൃശൂർ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമം മഠാധിപതി മൃദാനന്ദ സ്വാമിയോടൊപ്പം 3 ആഴ്ച കഴിഞ്ഞു. പിന്നീട് ഷൊർണൂർ മണ്ണൂർ രാമാനന്ദാശ്രമത്തിലും കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമത്തിലും 2 ആഴ്ച വീതം സേവിച്ചു കഴിഞ്ഞു. പിന്നീട് ഞാൻ വള്ളിക്കാവിൽ 3 ദിവസം താമസിച്ച് ഭജിച്ച് അമൃതാനന്ദമയി ദേവിയിൽ നിന്നും വിശേഷ അനുഗ്രഹം വാങ്ങി. പിന്നീട് ശാന്തിഗിരി ആശ്രമ മഠാധിപതി കരുണാകര ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. ഒടുക്കം ഞാൻ പോയി ഗുരു നിത്യചൈതന്യ യതിയെ കണ്ട് ഒരാഴ്ച സേവിച്ച് ഭജിച്ചു. ഇവരെല്ലാം ഉപദേശിച്ച മന്ത്രങ്ങളും ഉപാസനകളും ഒക്കെ കൃത്യമായി ചെയ്തിട്ടും എൻ്റെ ജയിൽശിക്ഷായോഗം കുറയുകയല്ല കൂടുകയാണുണ്ടായത്. അപ്രതീക്ഷിതമായി പിന്നെയും പുതിയ കേസുകളുണ്ടായി. പിന്നെയും കോടതി കയറേണ്ടി വന്നു. എനിക്കാകെ ഭയവും സംഭ്രമവും തുടങ്ങി. അങ്ങനെയിരിക്കെ ജയിൽശിക്ഷായോഗത്തിൽ നിന്നും രക്ഷക്കായി ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. പാസ്പോർട്ടിനായി ഞാൻ പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് മലയാള മനോരമയ്ക്ക് എതിർവശത്ത് ഗുരുബാബ ദർശൻ ക്യാമ്പിന്റെ ബോർഡ് കണ്ടു. പാസ്പോർട്ട് ഓഫീസിൽ നിന്നും മടങ്ങുമ്പോൾ ഗുരുബാബ ദർശൻ ക്യാമ്പിനും കയറി. അവിടെ ഗുരുബാബയുടെ ശിഷ്യനായ സന്യാസി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് കണ്ടു. ഞാൻ ഉച്ചയൂണ് കഴിച്ചിരുന്നില്ല. ഞാനും ക്യൂവിൽ നിന്നു. എൻ്റെ ഊഴമെത്തിയപ്പോൾ ഞാൻ പ്ലേറ്റ് ഗുരുബാബയുടെ ശിഷ്യനായ സ്വാമിയുടെ നേർക്ക് നീട്ടി. പ്രസാദമായ ചോറും സാമ്പാറും തോരനും വാങ്ങിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എൻ്റെ കൈ അറിയാതെ സ്വാമിയുടെ കയ്യിൽ സ്പർശിക്കാനിടയായി. അപ്പോൾ പെട്ടെന്ന് ശക്തിയായ വൈദ്യുത ആഘാതം പോലെ അനിർവചനീയമായ ആത്മീയ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് മിന്നൽ വേഗത്തിൽ പ്രവഹിച്ചു. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ പോലെ തോന്നി. എന്നിലുള്ള എനിക്ക് വേണ്ടാത്ത എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ നിന്നും ഒലിച്ചു പോകുന്നത് പോലെ തോന്നി.
പ്രസാദം വിളമ്പിയിരുന്നത് ഗുരുബാബയുടെ ശിഷ്യനല്ലെന്നും സാക്ഷാൽ ഗുരുബാബ തന്നെയാണെന്നും ഞാൻ ഞെട്ടലോടെ അപ്പോൾ തിരിച്ചറിഞ്ഞു. ലോകപ്രശസ്തിയായ മാതാ അമൃതാനന്ദമയി ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നത് കെട്ടിപ്പിടിച്ച് മുത്തം നൽകിക്കൊണ്ടാണ്. അമൃതാനന്ദമയി ദേവിയുടെ പല മഹിമകളും ഞാൻ മുന്നേ കേട്ടിരുന്നു എന്ന് മാത്രമല്ല, പല ഫോട്ടോകളും വീഡിയോകളും ഞാൻ മുന്നേ കണ്ടിരുന്നു. എന്നാൽ സാക്ഷാൽ ആദിപരാശക്തിയുടെ അവതാരമാണ് മാതാ അമൃതാനന്ദമയി എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഞാൻ വലിയ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും രോമാഞ്ചത്തോടെയുമാണ് ആദ്യമായി അമൃതാനന്ദമയി ദേവിയെ ദർശിച്ചത്. അങ്ങനെ ആദ്യമായി അമൃതാനന്ദമയി ദേവിയെ ദർശിച്ച എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം തന്ന് അനുഗ്രഹിച്ചപ്പോൾ അമൃതാനന്ദമയി ദേവിയിൽ നിന്ന് എനിക്ക് ഗുരുബാബയിൽ നിന്നുണ്ടായ കറണ്ട് അടിച്ചതുപോലത്തെ ആത്മീയ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിച്ചിരുന്നില്ല. ഞാൻ അമൃതമുരിയിൽ 3 ദിവസം വസിച്ച് ഭജിച്ചതിനിടെ ആകെ 3 തവണ അമൃതാനന്ദമയി ദേവിയെ ദർശിച്ചപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം തന്ന് അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് കണ്ണൂരിൽ ദർശനത്തിന് വരുമ്പോഴെല്ലാം ഞാൻ അമൃതാനന്ദമയി അമ്മയെ ദർശിച്ചിരുന്നു. ഒരിക്കലും എനിക്ക് അമൃതാനന്ദമയി അമ്മയിൽ നിന്നും ഇതുപോലെയൊരു ആത്മീയ പ്രവാഹം ഉണ്ടായില്ല. എന്നാൽ ഗുരുബാബയെ ആദ്യമായി ദർശിക്കുന്നതുവരെയും ആ പേരോ ഗുരുബാബയുടെ ഏതെങ്കിലും മഹിമകളോ മുമ്പൊരിക്കലും ഞാൻ കേട്ടിരുന്നില്ല. ഗുരുബാബയുടെ ഫോട്ടോയോ വീഡിയോയോ മുമ്പൊരിക്കലും ഞാൻ കണ്ടിരുന്നില്ല. എന്നിട്ടാണ് ഞാൻ ഗുരുബാബയിൽ നിന്നും പ്രസാദം വാങ്ങുന്നതിനിടെ അറിയാതെ എൻ്റെ വിരലുകൾ ഗുരുബാബയെ സ്പർശിച്ച ഉടൻ കരണ്ടടിച്ചതുപോലെ ഗുരുബാബയിൽ നിന്നും ആത്മീയ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് പ്രവഹിച്ചത്. പ്രസാദം കഴിച്ച ശേഷം ഞാനിതൊരു സേവകനോട് പറഞ്ഞു. അദ്ദേഹം എന്നെ വഴക്കു പറഞ്ഞു. ഗുരുബാബ പ്രസാദം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാമിയെ തൊഴാതെ പ്രസാദം വാങ്ങണം, സ്വാമിയെ തൊടരുതെന്ന് ഞാൻ ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞിരുന്നതല്ലേ? ഗുരുബാബയുടെ അനുമതിയില്ലാതെ ഗുരുബാബയെ സ്പർശിച്ചാൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഗുരുബാബയെ അനുവദിച്ച് ഗുരുബാബയെ തൊട്ടാൽ ഇങ്ങനെ ഉണ്ടാകാറില്ല. ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഗുരുബാബ ഒരു ആത്മീയ തീക്കട്ടിയാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ഗുരുബാബയുടെ ദർശന സമയത്ത് കൂടുതലായി ഒന്നും പറയാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. മനോരമയുടെ എതിർവശത്തുള്ള കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ പ്ലാന്റർ ശ്രീനിവാസ നായിഡുവിന്റെ ക്യാമ്പ് ഹൗസാണ് അതെന്ന് സേവകർ പറഞ്ഞു. ഉറങ്ങാൻ ധാരാളം സ്ഥലമുണ്ട്. അത്താഴം കഴിഞ്ഞാൽ ഗുരുബാബയെ സ്വസ്ഥമായി ദർശിക്കാമെന്നറിഞ്ഞു. ഞാൻ രാത്രി വീട്ടിൽ പോകേണ്ടെന്ന് വെച്ചു. രാത്രി സ്വസ്ഥമായി ഗുരുബാബയോട് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. പ്രതിവിധിയായി അമാവാസ്യ ഉപാസനയും സസ്യമുക്കാകലും അരയാൽ പ്രദക്ഷിണവും ഒക്കെയായി ചിലതെല്ലാം ഗുരുബാബ എഴുതി തന്നു. മറ്റ് സന്യാസിമാർ ആരും തരാത്ത ഈ വിശേഷ നിർദ്ദേശങ്ങളൊക്കെ കണ്ട് ഞാൻ അതിശയിച്ചു. ഗുരുബാബ എഴുതി തന്നതെല്ലാം ഞാൻ കൃത്യമായി അനുഷ്ഠിച്ചു തുടങ്ങി. ആദ്യത്തെ വാവ് ഉപവാസം കഴിയുമ്പോൾ തന്നെ അതുവരെ ഉണ്ടാകാത്ത പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി. എന്നെ വല്ലാതെ എതിർത്തിരുന്ന ആളുകളെല്ലാം എന്നോട് നല്ല സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങി. എൻ്റെ വലിയ ശത്രുക്കളായിരുന്നവരൊക്കെ എൻ്റെ വലിയ മിത്രങ്ങളായി മാറി. കാര്യങ്ങളൊക്കെ അനുകൂലമായി തുടങ്ങി. ഓരോ വാവ് ഉപവാസം കഴിയുമ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ജയിൽശിക്ഷാ യോഗം ഗുരുബാബ മറ്റൊരു തരത്തിലാണ് എനിക്ക് വിധിച്ചത്. തൊഴിലില്ലായ്മ വർദ്ധിച്ചിരുന്ന 1995-ൽ SSLC മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള എനിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം ജയിൽ വാർഡനായി ജോലി കിട്ടി. ബാക്കി ജയിൽ വാർഡന്മാരെല്ലാം ഡിഗ്രിക്കാരായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 6 മാസം വാർഡനാക്കിയാണ് എന്റെ ജയിൽ ശിക്ഷായോഗം ഗുരുബാബ ഒഴിവാക്കി തന്നത്. ജയിലിൽ കിടക്കുമെന്ന് തീർച്ചയായിരുന്ന എന്നെ ഗുരുബാബ ജയിൽ വാർഡനാക്കിയില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം അപമാനം എനിക്കുണ്ടായേനെ. എന്റെ ജയിൽ ശിക്ഷായോഗം ഒഴിവാക്കി തന്ന ഗുരുബാബ എനിക്ക് പിന്നീട് പുനർജന്മം തന്നും അനുഗ്രഹിച്ചു. ക്ഷേത്രാരാധന വേദങ്ങളിൽ ഇല്ലെന്ന് മാത്രമല്ല, വേദകാലത്ത് ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നില്ല. വേദകാല ആരാധനകളായ യാഗയജ്ഞാദികളുടെ അനുഷ്ഠാനങ്ങളും തദ്വാര ദാരിദ്ര്യ ശമനവും വ്യാപകമാക്കാനായാണ് വേദകാല ശേഷം ക്ഷേത്രങ്ങൾ സ്ഥാപിതമായത്. അതായത് തത്വമസി ആധാരമാക്കിയ ക്ഷേത്രാരാധന ഫലിക്കാൻ ചെയ്യേണ്ടത് പണച്ചെലവുള്ള വഴിപാടുകളല്ല, സംശുദ്ധ ആത്മീയതയുടെ പ്രഥമ മൂലമായ മൗനവ്രതവും ദ്വിതീയ മൂലമായ ഉപവാസവുമാണ്. ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 146, 147, 152 എന്നീ എപ്പിസോഡുകളിലൂടെ ഇതറിയാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് സൂക്ഷ്മ ശരീരം നന്നാക്കിയും തന്നിലെ ദീപ്തമായ ഭഗവത് രൂപത്തെ പ്രദീപ്തമാക്കിയും ക്ഷയത്തിൽ നിന്ന് രക്ഷയ്ക്കായാണെന്ന ADGP ശ്രീജിത്തിന്റെ പ്രസ്താവ്യം എത്രമാത്രം തെറ്റിദ്ധാരണാജനകമാണെന്ന സത്യം തിരിച്ചറിയുന്നതിന് ഇതേ പുഞ്ചക്കര മോഹൻലാൽ എളുപ്പമാണ്. ഒരു കുഞ്ഞിനായി കേരളത്തിലെ മികച്ച അലോപ്പതി ആയുർവേദ ഹോമിയോ ചികിത്സകളാൽ രക്ഷ കിട്ടാതൊടുക്കം മംഗലാപുരത്തെ പ്രശസ്ത ഗൈനക്കോളജി പ്രൊഫസർ ഡോക്ടർ മനോരമ റാവു സാക്ഷാൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചാലല്ലാതെ മോഹനന്റെ ഭാര്യ ശകുന്തളയ്ക്ക് ഈ ജന്മത്തിൽ ഗർഭിണിയാകാൻ കഴിയില്ലെന്ന് അന്തിമമായി വിധിച്ചിരുന്നു. ഇതറിയിച്ചപ്പോൾ ഗുരുവായൂരപ്പന്റെ മേൽശാന്തി മോഹനോട് പറഞ്ഞത് ശകുന്തളയ്ക്ക് ഈ ജന്മത്തിൽ കുഞ്ഞു പിറക്കേണ്ടെന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ നിശ്ചയമാണെന്നും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുമാണ്. എന്നിട്ടാണ് പ്രത്യക്ഷ ദൈവമായ ഗുരുബാബയുടെ കാശേറെ ചെലവുള്ള പുനർജന്മ കാശ് ഏതും ചെലവില്ലാതെ ശകുന്തളയ്ക്ക് കുഞ്ഞു പിറന്നത്. ഇതറിയാൻ ഇതേ യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 153 എപ്പിസോഡ് വീക്ഷിച്ചാലും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിന് ഉതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ
145-ാം എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.